ഗൈസ്, ഇപ്പം ഞാൻ ബൽഗാവി റെയിൽവേ സ്റ്റേഷനിൽ രാത്രിയാണുള്ളത്. ഇനി രാത്രി വന്ന് ഞാൻ വീണ്ടും ഗോവയ്ക്ക് തിരിച്ചു പോവാം. ബൽഗാമിൽ വന്നിട്ട് അവിടുന്ന് ഫ്ലൈറ്റ് പിടിച്ച് ബാംഗ്ലൂർക്ക് ആകാശ് എയറിൽ. അപ്പോൾ എനിക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. ഗോവ എക്സ്പ്രസ്. ഗോവ എക്സ്പ്രസ്സിലാണ് ഗോവയ്ക്ക് പോകുന്നത്. ഈ ട്രെയിൻ മഡ്ഗോവയിൽ ചെന്ന് ഞാൻ ഇറങ്ങും. അവിടുന്ന് വേറെ ട്രെയിൻ പിടിച്ച് വേണം നോർത്ത് ഗോവയിൽ പോകാൻ. അവിടെയാണ് എയർപോർട്ട്, മൊപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ട്, പുതിയ എയർപോർട്ട് ഗോവേര. ഇപ്പം ഞാൻ ബൽഗാമിൽ നിന്ന് ഗോവ എത്തി, മഡ്ഗോവയിൽ വന്നിറങ്ങി. ഇപ്പം തന്നെ ഒരു വന്ദേ ഭാരത് കിടക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് അടുത്ത ട്രെയിൻ പിടിച്ച് പേൺ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം, നോർത്ത് ഗോവയിൽ. അവിടെയാണ് മൊപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഉള്ളത്. കാലത്ത് വന്നിറങ്ങി ഒരു ഫുഡ് കഴിക്കാൻ നടക്കുക. ഫുഡ് തപ്പി റെസ്റ്റോറൻറ്റ് തപ്പി നടക്കുക. ഇപ്പോൾ മഡ്ഗോവ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി വന്നേക്കുക. അങ്ങനെ നിറച്ച് വണ്ടികൾ കിടക്കുന്നുണ്ട് പാർക്കിങ്ങിൽ. ഗോവയാണ് സ്ഥലം, അപ്പം അറിയാലോ. ട്രെയിനിൻ്റെ സമയം ആവാറായി. അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പുറത്തേക്ക്. പ്ലാറ്റ്ഫോമിലെത്തി. ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. ട്രെയിൻ എത്താറായിട്ട്. ഇപ്പോൾ ട്രെയിൻ എത്താൻ വേണ്ടി വെയിറ്റ് ചെയ്തത്. ഇതാണ് മഡ്ഗോവ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ജനറൽ കാഴ്ചകൾ. ഇനി മഡ്ഗോവ ടു പേൺ നമ്മുടെ ട്രെയിൻ എത്തി. 1.5-2 മണിക്കൂർ ട്രാവലുണ്ട് അവിടെ എത്താൻ, പേൺ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇപ്പോൾ ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഗോവേര കാഴ്ചകൾ, ട്രെയിനിൽ പോകുമ്പോഴുള്ള കാഴ്ചകൾ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക ഞാൻ. അപ്പം നമ്മൾ പനാജിയിലെത്തി. ഇതാണ് ഗോവയിലത്തെ ഫേമസ് റിവർ, മണ്ടോവി റിവർ. കുറേ സിനിമയിലൊക്കെ ഉണ്ട്, കാസിനോസൊക്കെ ആയിട്ട് ഷിപ്പിൽ. അതാണ് ഈ റിവർ. അപ്പം അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക നോർത്ത് ഗോവയിൽ പോകാൻ. ഈ കാണുന്നതൊക്കെ ചതുപ്പ് നിലയങ്ങളാണ്. ചതുപ്പ് നിലയങ്ങൾ മെയിനായിട്ട്.
അപ്പം ഞാൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, നോർത്ത് ഗോവ. ഇവിടുന്ന് ഇനി 10-20 കിലോമീറ്റർ കഴിഞ്ഞ് മൊപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ട് എത്തും. ഇവിടുന്ന് ഇപ്പോൾ ഒരു കാറ് പിടിച്ച് മൊപ്പ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ പോവാം. ഒരു 10-20 കിലോമീറ്റർ ഉണ്ട്. ഇവിടെയാണ് ഫേമസ് ആയിട്ടുള്ള അറമ്പോൾ ബീച്ച് ഒക്കെയുള്ള സ്ഥലം, നോർത്ത് ഗോവയിൽ. ഇപ്പോൾ എയർപോർട്ടിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞു. ഇനി എയർപോർട്ടിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്ന അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.